നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. 24 മണിക്കൂറിൽ 115.6 മില്ലിലിറ്റർ മുതൽ 204.4 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി, വയനാട്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. അഞ്ഞൂർ അങ്ങാടിയിലെ കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള വാട്ടർ ടാങ്ക് നിലംപൊത്തി. സമീപത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലേക്ക് ടാങ്ക് വീണതിനാൽ വലിയ അപകടമൊഴിവായി. അഞ്ഞൂർ കുന്നംകുളം റോഡരികിലാണ് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ബുധനാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്. സമീപത്ത് കടകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വാട്ടർ ടാങ്ക് ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തകർന്നു വീണതെന്ന് പ്രദേശവാസികൾ പറയുന്നു. കേരള വാട്ടർ അതോറിറ്റിയുടെ റൂറൽ വാട്ടർ സപ്ലൈ സ്കീം അനുസരിച്ച് നിർമ്മിച്ച പമ്പ് ഹൗസിന് മുകളിലാണ് ടാങ്ക് സ്ഥിതി ചെയ്തിരുന്നത്. വർഷങ്ങളായി ഇവിടെ പമ്പിംഗ് നടക്കുന്നില്ല. അതിനാൽ ടാങ്ക് തുരുമ്പെടുത്തിരിക്കുകയാണ്. കിണറും മോട്ടോർ പമ്പ് സെറ്റും വാട്ടർ ടാങ്ക് അടക്കം പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച വാട്ടർ ടാങ്ക് അധികൃതരുടെ അനാസ്ഥ മൂലം പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കാതെ കിടക്കുകയായിരുന്നു. വാട്ടർ ടാങ്കിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ചാലിശ്ശേരി പഞ്ചായത്ത് 8ാം വാർഡ് ആലിക്കരയിൽ ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ പനപൊട്ടി വീണ് വീട് ഭാഗികമായി തകർന്നു. 2 വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു. CCTVയുടെ കേബിളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആലിക്കര മുണ്ടൻപിലാക്കൽ രവിയുടെ ടെറസ് വീടിന് മുകളിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ജീർണാവസ്ഥയിലായിരുന്ന പന പൊട്ടി വീണത്. വീടിന്റെ സിറ്റൌട്ടിലെ ബീമുകളും ഭിത്തികൾക്കും കാര്യമായ വിള്ളലുകൾ സംഭവിച്ചു. ഓട്ടോ ഡ്രൈവറായ രവി അടുത്തിടെയാണ് വീട് പണിതത്. വീടിന് മുന്നിലെ 2 വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. വാർഡ് മെമ്പറും പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. നിർധന കുടുംബമായ രവിയുടെ വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി ധനസഹായത്തിന് വില്ലേജിൽ പരാതി നൽകി. ശക്തമായ കാറ്റിലും മഴയിലും ചാവക്കാട് തിരുവത്ര EMS നഗറിൽ തെക്കേരകത്ത് ഉമ്മറിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. വീടിന്റെ മുകളിലെ ഷീറ്റിനും കോൺക്രീറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. നെല്ലിന്റെ സംഭരണ വില ലഭിക്കാത്തതിനാൽ പരൂർ കോൾപ്പടവിലെ കർഷകർ ദുരിതത്തിൽ. സർക്കാർ ഏജൻസിയായ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നെല്ല് നൽകിയിട്ട് 4 മാസം കഴിഞ്ഞിട്ടും പണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഉപ്പുങ്ങൽ, പരൂർ കോൾപ്പടവുകളിൽ നിന്നും സപ്ലൈകോ നെല്ല് സംഭരിച്ച ഇനത്തിൽ കർഷകർക്ക് കിട്ടാനുള്ളത് കോടികളാണ്. ഏപ്രിലിൽ നൽകിയ നെല്ലിന്റെ പണം കിട്ടാൻ ഇനിയും വൈകുമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പരൂർ കോൾപ്പടവിൽ നിന്നു മാത്രം 8 ലക്ഷം കിലോഗ്രാം നെല്ലാണ് സംഭരിച്ചത്. വടക്കേകാട് പഞ്ചായത്തിലെ കപ്ലിയങ്ങാട് പടവിൽ നിന്നും 1.24 ലക്ഷം കിലോയും ചക്കിത്തറ പാലക്കുഴിയിൽ നിന്നും 36,000 കിലോയും ഉപ്പുങ്ങൽ വടക്കേപ്പടവിൽ നിന്നും 3.14 ലക്ഷം കിലോഗ്രാം നെല്ലുമാണ് 212 കർഷകരിൽ നിന്നായി മില്ലുകൾ വഴി സപ്ലൈകോ സംഭരിച്ചത്. കൈകാര്യ ചെലവായ 12 പൈസ അടക്കം കിലോയ്ക്ക് 28 രൂപ 32 പൈസയാണ് വില. SBI, കാനറ ബാങ്കുകൾ, പാഡി രസീത് ഷീറ്റ്, PRS വായ്പ വഴിയാണ് കർഷകർക്ക് നെല്ലിന്റെ വില നൽകുന്നത്. ഏപ്രിൽ 2ാമത്തെ ആഴ്ച വരെ PRS അടച്ചവർക്ക് ഇപ്പോൾ പണം നൽകുന്നതെന്നും ഇത് പൂർത്തിയാക്കിയ ശേഷമേ അടുത്ത ഏപ്രിൽ 20-ന് ശേഷം PRS എടുത്തവർക്ക് പണം നൽകൂ എന്നും അധികൃതർ പറയുന്നു. പണം കിട്ടാൻ വൈകുന്നതോടെ കർഷകരും വലയുകയാണ്. 1/2 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള കർഷകരുണ്ട്. നെല്ലിന്റെ പണം കിട്ടാൻ വൈകുന്നത് കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായി കോൾ കമ്മിറ്റികൾ പറയുന്നു. ഈ പൈസ കിട്ടാത്തതിൽ കുറേ ആൾക്കാർ കടത്തിൽ മുങ്ങിയിട്ട് ഇനി പൈസ കിട്ടിയിട്ട് തന്നെ ഇത് പലിശക്കാർക്ക് കൊടുക്കാനേ തരുള്ളൂ. പാട്ടക്കരാറ് ഒരു പ്രശ്നം. ഏറ്റവും കൂടുതൽ കൃഷിക്കാർ ഉള്ളൊരു പടവാണ് പരൂർ പടവ്. ഈ പൈസ ഇപ്പോൾ ഇനി 2-3 മാസം കഴിഞ്ഞ് കിട്ടുമ്പോൾ കർഷകർക്ക് കിട്ടിയിട്ടൊരു ഗുണമില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ സമരം ചെയ്തേക്ക് ഈ 24 മണിക്കൂറിനുള്ളിൽ പൈസ തരുമെന്ന് പറഞ്ഞു. പിന്നെ ഒരാഴ്ചയുടെ ഉള്ളിൽ തരുമെന്ന് പറഞ്ഞു. എല്ലാ വർഷവും കർഷകർ ഇത് കടക്കണിയിലായിട്ട് ഇരിക്കുകയാണ്.
ഈ കർഷകരുടെ ദുരാവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് പടവ് കമ്മിറ്റി ആവശ്യപ്പെടും. വടക്കേക്കാട് പുന്നിയൂർക്കുളം പഞ്ചായത്തിലെ 3 പടവുകളിൽ കഴിഞ്ഞ വർഷം 138 കർഷകർ കൃഷി ഇറക്കിയിരുന്നിടത്ത് ഇത്തവണ 113 പേരാണ് കൃഷി ചെയ്തത്. കുറവ് വന്ന 25 പേരും യഥാസമയം പണം കിട്ടാത്തതിനാൽ കൃഷി നിർത്തിയവരാണ്. മുൻ വർഷത്തേക്കാൾ വിളവും മോശമായതിനാൽ നെൽവിലയിൽ 1.50 കോടി രൂപയുടെ കുറവുമുണ്ട്. പലരും ഭൂമി പാട്ടത്തിനെടുത്തും കടം വാങ്ങിയും വായ്പയെടുത്തുമാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പലരുടെയും വായ്പ മുടങ്ങിക്കിടക്കുകയാണ്. ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും തങ്ങൾക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തും ഗുരുവായൂർ MLAയും പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇതിനെതിരെ സോഷ്യൽ മീഡിയകളിലൂടെ ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടതിനെ വളച്ചൊടിച്ച് കേസ് കൊടുക്കുന്ന നിലപാടാണ് കർഷകരെ സ്നേഹിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ചെയ്തു വരുന്നതെന്ന് പരൂർ കോൾപ്പടവ് കർഷകർ പറയുന്നു. എരുമപ്പെട്ടി കുന്നത്തേരി പാടത്തിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനെ പരിക്കേറ്റു. എരുമപ്പെട്ടി പുലിക്കോട്ടിൽ വീട്ടിൽ ആന്റണിക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സർവശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളിൽ തൊഴിൽ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചു. വിദേശത്തും സ്വദേശത്തും തൊഴിൽ സാധ്യതയുള്ള ജിം ട്രെയിനർ, മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ എന്നീ വിഭാഗങ്ങളിലായി 2 കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനു വേണ്ടി ശനി ഞായർ ദിവസങ്ങളിൽ ക്ലാസ് വരുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ചാവക്കാട് ഉപജില്ലയിലെ ഏക തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി നിർവഹിച്ചു. തൊഴിൽ പരിശീലിക്കുന്നതിനു വേണ്ടി സ്കൂളിൽ ആരംഭിച്ച ലാബുകളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൗക്കത്ത് മുഖ്യാതിഥിയായി. തൃശൂർ SSK ഡിസ്ട്രിക്ട് പ്രൊജക്ട് ഓഫീസർ ബ്രിജി KB, ചാവക്കാട് BRC ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ സംഗീത MT, PTA പ്രസിഡന്റ് PM മുജീബ്, VHSE വിഭാഗം പ്രിൻസിപ്പൽ ബിവാഷ് KB തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയ വിപത്തായി ലഹരി ഉപയോഗം മാറിയിരിക്കുന്നു. ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള അറിവും അവബോധവും ഉണ്ടായിട്ടും പ്രായഭേദമന്യേ ലഹരിക്ക് അടിമപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു എന്നത് ചിന്തനീയമാണ്. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ആധുനിക സമൂഹത്തിൽ ലഹരി ഉപയോഗം കൊണ്ട് പിച്ചിച്ചീന്തുന്ന ജീവിതങ്ങൾ നിരവധിയാണ്. വിവിധ രൂപത്തിലും ഭാവത്തിലും മനുഷ്യ മനസ്സിനെ താളം തെറ്റിക്കുന്ന മഹാവിപത്തായി ലഹരിയുടെ വിഷക്കണ്ണികൾ മുറുകുകയാണ്. കുട്ടികൾ വരെ ലഹരി പദാർത്ഥങ്ങളെയും മയക്കുമരുന്നുകളെയും ആശ്രയിക്കുന്നു എന്നത് ഏറെ വേദനാജനകമാണ്. കേവലം ഒരു കൗതുകത്തിനായി തുടങ്ങി പിന്നീട് ആ അപകടഗർത്തത്തിൽ നിന്നും കരകയറാനാവാതെ ലഹരിച്ചുഴിയിൽ ജീവിതം ഹോമിക്കുന്നവരും കുറവല്ല. ആഘോഷിക്കേണ്ട ബാല്യവും ആസ്വദിക്കേണ്ട യൗവനവുമെല്ലാം ലഹരിയുടെ തീച്ചൂളയിൽ കത്തിയമരുന്നു. ആൺപെൺ വ്യത്യാസമില്ലാതെയാണ് ഈ ദുരന്തച്ചങ്ങല വളരുന്നത്. ഒരു തവണ ഈ കെണിയിൽ കുടുങ്ങിയാൽ അതിൽ നിന്നും പിടിവിടുന്നതും പ്രയാസകരമാണ്. മാത്രമല്ല, ലഹരി മാഫിയകളുടെ വാൾമുനയിൽ പിടഞ്ഞുതീരുന്ന ജീവിതങ്ങൾ വേറെയും. ലഹരി വസ്തുക്കൾ ലഭിക്കാനുള്ള സൗകര്യവും നിയമനിർമ്മാണങ്ങളിലെ വൈരുദ്ധ്യവുമെല്ലാം ലഹരി ഉപയോഗത്തിന്റെ വർധനയ്ക്കിടയാക്കുന്നുണ്ട്. സമൂഹത്തിൽ നിന്നും ലഹരിയെ തുരത്തുക എന്ന ഉദ്ദേശത്തോടെ 1987 മുതലാണ് ഐക്യരാഷ്ട്രസഭ ലഹരിവിരുദ്ധ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഒരുപാട് ലഹരിവിരുദ്ധ ദിനങ്ങൾ കടന്നുപോയിട്ടും അത് എത്രമാത്രം ബലവത്തായി എന്നതാണ് വിഷയം. നാൾക്കുനാൾ സമൂഹത്തെ വരിയുന്ന വിഷസർപ്പങ്ങളായി ലഹരി ഉപയോഗം മാറുമ്പോൾ തകർന്നടിയുന്നത് പുതുതലമുറയാണ്. രാജ്യത്തിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കേണ്ട യുവത്വങ്ങളാണ്. ഇനിയും ഇതിനെതിരെ കണ്ണടച്ചുകൂടാ. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കുകയാണ് വേണ്ടത്. നിയമങ്ങൾ കർക്കശമാക്കുന്നതോടൊപ്പം കൃത്യമായ ബോധവൽക്കരണവും അനിവാര്യമാണ്. സ്കൂൾ തലം മുതൽ തന്നെ കുട്ടികളിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അറിവുണ്ടാക്കണം. ജീവിതമാണ് ലഹരിയെന്നുള്ള അവബോധം പുതുതലമുറയിൽ സൃഷ്ടിച്ചെടുക്കാം. പൊരുതാം, തുരത്താം ലഹരിയെന്ന വിഷവിപത്തിനെ. പൊന്നിയൂർക്കുളം ആൽത്തറ സെന്ററിലെ ലോട്ടറി ഏജൻസി കട സാമൂഹ്യവിരുദ്ധർ തല്ലിത്തകർത്തതായി പരാതി. കടയുടമ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. സുനിലിന്റെ ഉടമസ്ഥതയിലുള്ള ഉദയ ലോട്ടറി ഏജൻസിയാണ് സാമൂഹ്യവിരുദ്ധർ തല്ലിത്തകർത്തത്. പാലിശ്ശേരി കെട്ടിടത്തിൽ 6 വർഷത്തിലധികമായി സുനിൽകുമാർ ലോട്ടറി കട നടത്തിവരികയാണ്. ബുധനാഴ്ച രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് ലോട്ടറി സ്റ്റാൻഡുകൾ തകർത്ത നിലയിൽ കണ്ടെത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊന്നിയൂർക്കുളം യൂണിറ്റ് ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
നമ്മളെ പോയി സ്റ്റേഷനിൽ പറയാം. എപ്പോഴാണ് അടക്കല്? രാത്രി 8 മണിക്ക്. 8 മണിക്ക് അടക്കും. തുറക്കല് കാലത്തൊരു 6-6:30 തുറക്കും. ആ ശരി. എളവള്ളി പഞ്ചായത്തിലും പൂവത്തൂർ കാക്കശ്ശേരി പ്രദേശങ്ങളിലും CPIM പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ നിർണായക പങ്കുവഹിച്ച VT കുമാരന്റെ 9ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണം സംഘടിപ്പിച്ചു. കാക്കശ്ശേരിയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, CF രാജൻ, ലതി വേണുഗോപാൽ, തുളസി രാമചന്ദ്രൻ, KG സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികളിൽ ഭക്ഷ്യവിഷബാധ ലക്ഷണങ്ങൾ കണ്ട് ആശുപത്രികളിൽ കഴിഞ്ഞവർക്ക് സഹായധനം നൽകുമെന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഗ്ദാനം പാലിക്കണമെന്ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി എരുമപ്പെട്ടി മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. സ്കൂളിലെ കിണർ വെള്ളത്തിൽ കോളിഫോം ഈക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ കുട്ടികൾക്ക് കുടിവെള്ളത്തിന് പകരം സംവിധാനം പഞ്ചായത്ത് ഏർപ്പെടുത്തണം. പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതി പിൻവാങ്ങരുതെന്നും വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കബളിപ്പിക്കരുതെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. KDP സംസ്ഥാന സെക്രട്ടറി M ബലരാമൻ നായർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MV ഷാൻഡോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് റോയ് പെരിഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ TG ശ്യാംലാൽ, സന്തോഷ് കോട്ടപ്പുറം, അരുൺ കാണിച്ചായി, മാർട്ടിൻ എന്നിവർ പ്രസംഗിച്ചു. 6 മാസത്തോളം പൊന്നിയൂർക്കുളം പഞ്ചായത്ത് കാര്യാലയത്തിന് പിറകുവശം വഴിമുടക്കി കിടക്കുകയായിരുന്ന മുച്ചക്രവാഹനം പുറത്തിറക്കി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. പൊന്നിയൂർക്കുളം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് ജില്ലാ പഞ്ചായത്താണ് മുച്ചക്രവാഹനം നൽകിയത്. ഒരു തവണ പോലും റോഡിലിറക്കാതെ കട്ടപ്പുറത്തായ വാഹനം കമ്പനിയിൽ നിന്ന് നേരിട്ട് ടെക്നീഷ്യന്മാരെത്തിയാണ് പുറത്തിറക്കി ഡ്രൈവ് നടത്തിയത്. ബ്രേക്ക് തകരാറിലായ വാഹനം അടുത്തുള്ള വർക്ക്ഷോപ്പിലെത്തിച്ചാണ് ശരിയാക്കിയത്. മാലിന്യ നീക്കം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വണ്ടി നൽകിയത്. ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യം MCFിലേക്ക് മാറ്റാൻ ഈ വാഹനം ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. നിലവിൽ സ്വകാര്യ വാഹനം വാടകയ്ക്കെടുത്താണ് മാലിന്യം MCFിലെത്തിക്കുന്നത്. പൊന്നിയൂർക്കുളത്തിനു പുറമെ വടക്കേക്കാട്, പുന്നയൂർ പഞ്ചായത്തുകൾക്കും വണ്ടി നൽകിയിരുന്നു. രണ്ടിടത്തും വണ്ടി ഓടുന്നുണ്ട്. കട്ടപ്പുറത്ത് കിടന്നത് മൂലമുണ്ടായ പ്രശ്നമാണ് ഇതെന്നും ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിത്തുടങ്ങാമെന്നും സർവീസ് നടത്തിയ വാഹന കമ്പനി തൊഴിലാളികൾ പറഞ്ഞു. കേച്ചേരി മമ്പുൽഹുദ വിമൻസ് കോളേജിൽ ഹാദിയ പഠനത്തിന് തുടക്കം കുറിച്ചു. ജാമിയ മർക്കസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹാദിയ കോഴ്സ് 2025-26 അധ്യയന വർഷം പഠനാരംഭ പരിപാടി സംഘടിപ്പിച്ചു. മമ്പൽഹുദ അഡ്മിനിസ്ട്രേറ്റർ അഷ്റഫ് സഖാഫി വാവൂർ പഠനാരംഭം ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ ലത്തീഫ് നിസാമി, HR മാനേജർ മുസദ്ദിഖ്, ഹാദിയ പ്രിൻസിപ്പൽ സഫ്വാൻ സഖാഫി, MS ഹെഡ് മുഹമ്മദ് അഹ്സനി എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ സംഘടനയായ മാക്സ് ഡ്രീം ഫൗണ്ടേഷനും ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും പ്രമുഖ ആശുപത്രികളുമായും ആരോഗ്യ രംഗത്തെ സംഘടനകളുമായും സഹകരിച്ച് ജൂൺ 29 ഞായറാഴ്ച മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മരുതയൂർ GUP സ്കൂളിലാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും നടത്തുന്നത്. ഹൃദ്രോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം തുടങ്ങി മെഡിക്കൽ രംഗത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഡോക്ടർമാരുടെയും സേവനങ്ങളും ജനറൽ ചെക്കപ്പ് തുടങ്ങി വിവിധ ടെസ്റ്റുകളും പൊതുജനങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാക്കും. ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങളും വിതരണം ചെയ്യും. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ സെമിനാറുകൾ നയിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8113 968216 6282 803054 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ വിദ്യാർത്ഥികളെയും കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചു നടന്ന ചടങ്ങ് കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷയായി. ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് സ്വാഗതം പറഞ്ഞു. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പുറമെ വിവിധ കലാകായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പങ്കെടുത്ത് സമ്മാനാർഹരായ പ്രതിഭകളെയും ആദരിച്ചു. ചടങ്ങിൽ ചൊവ്വന്നൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK സത്യവതി, MU സെബി, A രത്നകുമാരി, വാർഡ് മെമ്പർമാരായ ബിബിൻ KU, ഷാമില കബീർ, ഷഹീദ് KM, CP വിമല, PV ഷഹബാൻ, ശരത് കുമാർ എന്നിവർ സംസാരിച്ചു.
ചടങ്ങിന് പഞ്ചായത്ത് സെക്രട്ടറി വി വൃന്ദ നന്ദി പറഞ്ഞു. പെരുമ്പിലാവ് TMVHS സ്കൂളിലെ കാർഷിക ക്ലബ്ബും സീഡ് ക്ലബ്ബും സംയുക്തമായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടുക്കളത്തോട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ രാജു ഡേവിഡ് അധ്യക്ഷത വഹിച്ച യോഗം കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കൃഷി ഓഫീസർ ഷഫ്രീന, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത്, സ്കൂൾ മാനേജർ പോൾ ചാക്കോ, സ്കൂൾ PTA പ്രസിഡന്റ് നൌഷാദ്, MPTA പ്രസിഡന്റ് ഷാജിറ, സ്കൂൾ കുട്ടികളും ചേർന്ന് വിവിധതരം പച്ചക്കറി തൈകൾ നട്ടു. സ്റ്റാഫ് പ്രതിനിധി മുനീർ, ക്ലബ് കോർഡിനേറ്റേഴ്സ്, ക്ലബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 116 രൂപ. ചരമം. പഴഞ്ഞി ഏദൻ ഗാർഡൻ കുത്തൂർ പരേതനായ ജോസഫ് മകൻ സന്തോഷ് നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പഴഞ്ഞി ഇമ്മാനുവേൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. വൺവേ ജംഗ്ഷനിൽ ഈഗിൾ ഫോട്ടോസ്റ്റാറ്റ് ഉടമയാണ്. സ്മിത ഭാര്യയും ഡെറിക് മകനുമാണ്. വടക്കേക്കാട് കൗക്കാനപ്പെട്ടി പനമുക്ക് കിളിയമ്പറമ്പിൽ തങ്കമണി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. പരേതനായ KT വാസു ഭർത്താവാണ്. രവീന്ദ്രൻ, ബിന്ദു, രാജി, രജില എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.